നേരത്തെ പൂർത്തിയാക്കാതെ പോയ വാർത്തയിലേക്ക് പോവുകയാണ്. സമസ്തയ്ക്കുള്ളിൽ ഇപ്പോൾ കേക്ക് വിവാദം കൊഴുക്കുകയാണ്. ആചാരത്തിന്റെ ഭാഗമായി കഴിച്ചാൽ തെറ്റെന്നും സൗഹൃദപരമായി കഴിച്ചാൽ കുഴപ്പമില്ല എന്നുമാണ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞിരിക്കുന്നത്. സാദിഖ് അലി തങ്ങൾ ക്രിസ്മസ് കേക്ക് കഴിച്ചതിലാണ് ഭിന്ന അഭിപ്രായം സമസ്ത നേതാക്കൾക്ക്. മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ വലിയ ആചാരക്രമമോ അംഗീകരിച്ചുകൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല. അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു, പിന്നെ വലിയ കേക്കാകുമ്പോൾ മുറിക്കാതെ കഴിക്കാനും കഴിയില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കണം, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനൊക്കെ കൃത്യമായ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാനദണ്ഡം പറയല്ല, മാനദണ്ഡം പറയുന്നത് പണ്ഡിതന്മാരാ. പക്ഷെ നമ്മൾ ആക്ഷേപം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ പാളിച്ചു വരുന്നുണ്ടോ എന്നാണ് നോക്കണം. എന്നാലും ജനങ്ങൾക്ക് ആകെ സംശയം ഉണ്ടാക്കുന്ന പ്രവർത്തനം അതെന്താണെങ്കിലും നമ്മൾ വിട്ടു നിൽക്കുകയും നമ്മൾ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യണമെന്ന് നമ്മൾ പൊതുവെ പറയുമ്പോഴും നമ്മൾ സൗഹൃദത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ മതേതര സ്വഭാവത്തിന് കോട്ടം തട്ടാത്ത വിധം എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ച് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാകാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണുമ്പോൾ എല്ലാത്തിനെയും ഒരേ അളവ് പോലെ വെച്ചുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ പ്രകടമാക്കുന്ന ഒരു സ്വഭാവത്തിലാണ് ഇന്ന് നമ്മുടെ സമൂഹമുള്ളത്. വിശ്വാസപരമായിട്ട് ആണെങ്കിലും അല്ലെങ്കിലും മറ്റ് സമുദായങ്ങളുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് തെറ്റെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ്. ഇത് വിശ്വാസമില്ലാതെ ചെയ്താൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് നമ്മളിത് വിലക്കുന്നത്? എന്തിനാണ് ഹൈദർ ശിഹാബ് തങ്ങൾ വിലക്കിയത്? എന്തിനാണ് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ വിലക്കിയത്? മറ്റൊരു മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോളി, ചെയ്യണ്ട. വിശ്വാസം അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കാകാം എന്നൊരു സമീപനം ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാമിന് പുറത്തോട്ട് പോയി ആൾ കാഫറായി, പിന്നെ പള്ളിക്ക് അടക്കാൻ പറ്റൂല. നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കും പോലെ അതൊക്കെ വിശ്വാസമല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ, ഏതായാലും മുറിക്കണ്ടേ? കേക്ക് മുറിക്കലൊന്നുമല്ല പ്രശ്നം. മറ്റ് മതസ്ഥരുടെ ആചാരം, കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നില്ലേ, നമ്മൾ കഴിക്കുന്നില്ലേ? മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം. മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടുനിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും. ഇതാണ് ആദർശം. ആദർശം അമാനത്താണെന്ന് പറയുന്നത്. അവിടെ കോംപ്രമൈസിൽ പോകാൻ കഴിയില്ല. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, സമസ്തയിലെ തർക്കം പരിഹരിക്കാൻ സമിതിയൊക്കെ രൂപീകരിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് കേക്കിന്റെ രൂപത്തിൽ ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നത്. എങ്ങനെ വേണം വിലയിരുത്താൻ? ലക്ഷ്മിയമ്മ, ഈ ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ഇസ്ലാം മത വിശ്വാസികൾ എങ്ങനെ പങ്കെടുക്കണം, അല്ലെങ്കിൽ ഏത് തരത്തിൽ പങ്കെടുക്കണം, അവരുടെ പങ്കാളിത്തം ഏതുവരെയാകാം എന്നതിൽ കാലങ്ങളായി ഈ തുടരുന്ന ചർച്ചയാണ്. പ്രത്യേകിച്ച് സമസ്തക്കുള്ളിൽ തന്നെ വലിയ ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നടന്നിട്ടുണ്ട്. അത് ഈ ക്രിസ്മസ് കേക്കോ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടല്ല, ഓണം ആഘോഷവുമായി ബന്ധപ്പെട്ടും മറ്റ് പല ആഘോഷങ്ങളും ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിലെല്ലാം ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുന്നതാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ ആ ബിഷപ്പ് ഹൗസിലെത്തി ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ക്രിസ്മസ് കേക്ക് മുറിക്കുകയും ക്രിസ്മസ് കേക്ക് കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിൽ വലിയ വിമർശനം ഈ സമസ്തക്കുള്ളിൽ തന്നെ പല ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. കാരണം അത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇതര മതവിശ്വാസികളെ ആഘോഷങ്ങളിൽ മുസ്ലിം മതവിശ്വാസികൾ പങ്കെടുക്കരുത്, അത്തരത്തിൽ കേക്ക് കഴിക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം എന്നാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നത്. പക്ഷേ ഇതിൽ ആശയപരമായ ഒരു പ്രശ്നമാണ് ഈ അബ്ദുൾ സമദ് പൂക്കോട്ട് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ വിശ്വാസം വിശ്വസിച്ചുകൊണ്ട് കഴിച്ചാലാണ് പ്രശ്നം, ഈ വിശ്വാസമില്ലാതെ ഒരു സൗഹൃദപരമായി കഴിച്ചാൽ തെറ്റില്ല എന്നാണ് ഈ അബ്ദുൾ സമദ് പൂക്കോട്ട് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ അബ്ദുൾ സമദ് പൂക്കോട്ട് ഒരു ലീഗ് അനുകൂലിയും ഹമീദ് ഫൈസി അമ്പലക്കടവ് ഒരു ലീഗ് വിരുദ്ധനുമാണ്. അങ്ങനെ ഉള്ളൊരു പ്രശ്നം അതിലുണ്ട്. അതേസമയത്ത് പോലും ഈ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിശ്വാസപരമായി ബന്ധപ്പെട്ട് കാലങ്ങളായി നിലവിലുള്ള ഒരു വിഷയമാണ് ഈ മറ്റ് മത വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് നമ്മൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത്. അത് ഉത്സവങ്ങളിലാണെങ്കിലും ക്രിസ്മസ് ആഘോഷം ഓണവുമായി ബന്ധപ്പെട്ട് പോലും പലപ്പോഴും അത്തരത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ നിലവിലുണ്ട്. അതിൽ സാദിഖ് അലി തങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹത്തിന് അത്തരത്തിൽ പൊതുപരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ അത്തരത്തിൽ വിലക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യാമല്ലോ. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഈ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധം തമ്മിലുള്ള ഒരു ആശയം ചർച്ച കൂടിയാണ് നടക്കുന്നത്. എന്തായാലും ഇതിൽ തുടർ പ്രതികരണങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല പ്രധാനം. പ്രധാന വിഷയം എന്ന് പറയുന്നത് കർമ്മശാസ്ത്രത്തിൽ വിഷയം അത് വലിയ രീതിയിൽ ലീഗ് വിരുദ്ധരും ലീഗ് അനുകൂലിയും തമ്മിലുള്ള ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ്. ലക്ഷ്മിയത്മ. ആഷിഖ് റഹ്മാൻ, കോഴിക്കോട്.